ജംഗിൾവുഡ് സ്കൂൾ വെയിലും നിറഞ്ഞതായിരുന്നു. പക്ഷേ എന്തോ കുഴപ്പം തോന്നി. നിഴലുകൾ ഇല്ലായിരുന്നു. സാറ എന്ന കുറുക്കൻ വട്ടമിട്ടു. എന്റേത് എവിടെയാണ്? മാർക്സ് എന്ന കുരങ്ങൻ പരിഭ്രാന്തിയിലായി. എന്റേതും പോയി. കിക്കി എന്ന തത്ത പറന്നേർന്നു. കൊടിമരത്തിന് പോലും ഒന്നുമില്ല. പ്രിൻസിപ്പൽ ലിയോ സൂര്യഘടികാരം പരിശോധിച്ചു. അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ടോബി എന്ന ആമ മന്ത്രിച്ചു. സൂര്യൻ തകർന്നോ? സാറ ഉറച്ചുനിന്നു. ഇല്ല, ഇതൊരു കവർച്ചയാണ്. അന്ന് രാത്രി അവർ പുരാതന മരത്തിലേക്ക് ഇരുണ്ട കാൽപ്പാടുകൾ പിന്തുടർന്നു. ഒരു വിചിത്രമായ വെളിച്ചത്താൽ നിലം തിളങ്ങി. സാറ അടുത്തേക്ക് ചാഞ്ഞു. നിഴലുകൾ കൊഴിച്ചിട്ടിട്ടുണ്ടോ? അപ്പോൾ ഒരു ശബ്ദം വന്നു. പുകയിൽ പൊതിഞ്ഞ ഷിറ എന്ന ആ പുറത്തേക്കിറങ്ങി. നീ ഇവിടെ ഉണ്ടാകരുത്. സാറ ഉയരത്തിൽ നിന്നു. നീ അവരെ എടുത്തു. അവർ ശക്തരാണ്. ഞാൻ അവ കടം വാങ്ങുക മാത്രമാണ് ചെയ്തത്. നിഴലുകളില്ലാതെ ഞങ്ങൾ അപൂർണരാണ്. തുരങ്കത്തിൽ അവർ ഒരു തിളങ്ങുന്ന കണ്ണാടി സ്ഥാപിച്ചു. അത് മുഖങ്ങളല്ല, ഉള്ളിലുള്ളത് കാണിച്ചു. ഷിറ വെളിച്ചത്തെ പിന്തുടർന്ന് പ്രവേശിച്ചു. കണ്ണാടി മിന്നിമറഞ്ഞു. പുക നിറഞ്ഞ അവളുടെ മൂടുപടം അപ്രത്യക്ഷമായി. അവളുടെ ബാഗിനുള്ളിൽ നിഴലുകൾ വട്ടമിട്ടു. ടോബി ഒരു ലിവർ വലിച്ചു. ഒരു പ്രകാശഭിത്തി പൊട്ടിത്തെറിച്ചു. നിഴലുകൾ അവയുടെ ഉടമസ്ഥരുടെ അടുത്തേക്ക് പറന്നു. ഷിറ ഇടറി വീണു. എന്റെ ശക്തി! സാറ എഴുന്നേറ്റു. നിഴലുകൾ സത്യത്തെ പിന്തുടരുന്നു. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു. നിഴലുകൾ വീണ്ടും നൃത്തം ചെയ്തു. കിക്കി സന്തോഷത്തോടെ കറങ്ങി. സാറ പുഞ്ചിരിച്ചു. പ്രിൻസിപ്പൽ ലിയോ അഭിമാനത്തോടെ അലറി. ഇന്ന് മുതൽ നിങ്ങൾ വെളിച്ചത്തിന്റെ കാവൽക്കാരാണ്. മാർക്സ് ചിരിച്ചു. ഞങ്ങൾ ശോഭയോടെ തിളങ്ങുന്നു. പെട്ടെന്ന് സ്കൂൾ മണി ഗോപുരം തകർന്നു. ടോബി കണ്ണുചിമ്മി. ആരെങ്കിലും കാറ്റ് മോഷ്ടിച്ചോ? എല്ലാവരും ചുറ്റും നോക്കി. സാറ പുഞ്ചിരിച്ചു. പരിഹരിക്കേണ്ട മറ്റൊരു നിഗൂഢ ധാർമ്മികത. നമുക്ക് തൊടാൻ കഴിയാത്തത് പോലും നമ്മുടെ ഭാഗമാണ്. സൂചനകൾ പിന്തുടരുക, സത്യം പറയുക, നഷ്ടപ്പെട്ടത് തിരികെ കൊണ്ടുവരിക.